മെലാസ്മ അഥവാ കരിമംഗല്യം. പൊട്ടിയ കണ്ണാടിയിൽ നോക്കിയാലാണ് കരിമംഗല്യം വരിക, അല്ലെങ്കിൽ കഷ്ടപ്പാട് വരുമ്പോഴാണ് കരിമംഗല്യം വരിക എന്നുള്ള പല മിഥ്യാധാരണകളും നമ്മൾ പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണ് മെലാസ്മ അഥവാ കരിമംഗല്യം നോക്കാം. ഞാൻ ഡോക്ടർ ലുലു കദീജ, RMO, മെഡിസിനൽ ഹോമിയോപ്പതി, പെരിന്തൽമണ്ണ. മുഖത്ത് കാണുന്ന അല്ലെങ്കിൽ സ്കിന്നിൽ കാണുന്ന ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഡിസോർഡറാണ് മെലാസ്മ അഥവാ കരിമംഗല്യം. ഇത് കൂടുതലായിട്ട് മുഖത്താണ് കാണുന്നത്. ചെറിയ ബ്രൗണിഷ് ഷെയ്ഡിലോ അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡിലോ സ്മോൾ സ്പോട്ട്സ് ആയോ അല്ലെങ്കിൽ പാച്ചസ് ആയിട്ടോ കവിളിൻ്റെ 2 സൈഡിൽ, മൂക്കിൽ, താടിയിൽ, നെറ്റിയിലൊക്കെ ഇത് കണ്ടുവരുന്നുണ്ട്. ഇത് മുഖത്ത് മാത്രമല്ല, കൂടുതലായിട്ട് കാണുന്നത് മുഖത്താണെങ്കിലും നമ്മുടെ കയ്യിലും അതേപോലെ ഷോൾഡറിൻ്റെ 2 സൈഡിൽ, ചെസ്റ്റിലൊക്കെ ഇത് കാണപ്പെടാറുണ്ട്. ഇത് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ശരിയാണ്. എന്നാൽ 10% പുരുഷന്മാരിലും ഇത് കണ്ടുവരുന്നുണ്ട്. ഒരു 10-15 വർഷം മുന്നേ ഒക്കെ ഒരു 40-45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നതെങ്കിൽ റീസെൻ്റ്ലി ഒരു 20s, ലേറ്റ് 20s അല്ലെങ്കിൽ ഏർലി 30s ഇത് കണ്ടുവരുന്നുണ്ട്. ഇതൊരു ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്കിൻ കണ്ടീഷനൊന്നുമല്ല. പക്ഷെ ഇത് നമ്മുടെ അപ്പിയറൻസിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഇതൊരു ചെറിയ കൺസേൺ ഉണ്ടാക്കുന്ന സ്കിൻ ഡിസോർഡറാണ്. സ്ത്രീകളിലാണെങ്കിൽ തന്നെ ഇത് പ്രഗ്നൻസി ടൈമിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മാസ്ക് ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ കാണുന്ന ഈ ഒരു പിഗ്മെൻറ്റേഷനെ നമ്മൾ ക്ലോആസ്മ എന്നാണ് പറയുന്നത്. പ്രഗ്നൻസി ടൈമിൽ ഇത് കൂടാനുള്ള കാരണങ്ങൾ പറയുന്നത് മെയിൻലി ഹോർമോണൽ ചേഞ്ചസ് ഉള്ളതുകൊണ്ടാണ്. പ്രഗ്നൻസി ടൈമിൽ ധാരാളമായിട്ട് ഹോർമോണൽ ചേഞ്ചസ് ഒരു സ്ത്രീയുടെ ബോഡിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ വരുന്ന ഒരു സ്കിൻ പിഗ്മെൻറ്റേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ കോസസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഹെറിഡിറ്ററി അഥവാ പാരമ്പര്യമായിട്ട് വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ അമ്മായിമാർക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കിട്ടാനുള്ള സാധ്യത 50% കൂടുതലാണ്. പിന്നെ പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ്. പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ സ്ത്രീയുടെ ശരീരത്തിൽ ധാരാളമായിട്ട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഈ കരിമംഗല്യം അഥവാ മെലാസ്മ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ കണ്ടുവരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന രോഗാവസ്ഥകൾ, അതായത് ഫൈബ്രോയിഡ്, PCOD, ഈ അവസ്ഥയിലും നമുക്ക് ഈ കരിമംഗല്യം ധാരാളമായിട്ട് സ്ത്രീകളിൽ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് സൺ എക്സ്പോഷർ കിട്ടുന്ന ആൾക്കാർ, അതായത് സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട പിടിക്കാതെ നമ്മൾ അതിന് വേണ്ട മെഷേഴ്സ് എടുക്കാതെ സൂര്യവെളിച്ചം കൊള്ളുന്നവരിലും ഈ ഒരു പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അലർജി, ആസ്മ അഥവാ ആർത്രൈറ്റിസ് എന്നിവയ്ക്ക് നമ്മൾ സ്റ്റിറോയിഡ്സ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ഒരു ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് സ്കിന്നിലൊരു പിഗ്മെൻറ്റേഷൻ വരുത്താറുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമായിട്ട് ലഭിക്കുന്ന വൈറ്റനിങ് ക്രീംസ് ഒരു ഡോക്ടറിൻ്റെയോ പ്രിസ്ക്രിപ്ഷൻ കൂടാതെയോ നമ്മൾ എടുത്ത് തേക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് നാളുകൾ നമുക്കൊരു വൈറ്റനിങ് എഫക്റ്റ് കിട്ടുമെങ്കിലും പിന്നീട് സ്കിൻ സെൽസ് ഡാമേജ് ആയിട്ട് അവിടെ ഒരു പിഗ്മെൻറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ബർത്ത് കൺട്രോൾ പിൽസ് കുറേ കാലമായിട്ട് കഴിക്കുന്നവരിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുകയും ഇതേപോലെ ഒരു പിഗ്മെൻറ്റേഷൻ കാണപ്പെടാറുണ്ട്. ഇനി എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി മെലാസ്മ 3 തരത്തിലുണ്ട്, അല്ലെങ്കിൽ അഥവാ കരിമംഗല്യം 3 തരത്തിലുണ്ട്. ഒന്ന് സൂപ്പർഫിഷ്യൽ, ഒന്ന് ഡീപ്പ്, ഒന്ന് മിക്സഡ്. ഈ സൂപ്പർഫിഷ്യൽ മെലാസ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് കാണുന്ന പാടുകൾ ഒരു ബ്രൗൺ സ്പോട്ട്സ്, കുറച്ച് ഡാർക്ക് ബ്രൗൺ സ്പോട്ട്സ് ആയിരിക്കും. അതിനൊരു ഡിഫൈൻഡ് ബോർഡറൊക്കെ ഉണ്ടായിരിക്കും, ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെ മുഖത്ത് കാണും. ഇത് ട്രീറ്റ്മെൻറ്റിനോട് ഒരു നല്ല റെസ്പോൺസ് തരുന്ന ഒരു ടൈപ്പാണ്. രണ്ടാമത്തെ ടൈപ്പ് ഡീപ്പ്. ഈ ഡീപ്പ് മെലാസ്മയിൽ കുറച്ച് പാച്ചസ് കുറച്ച് ലൈറ്റ് കളറായിരിക്കും, അങ്ങനെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ബോർഡർ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു മെലാസ്മ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനോട് കുറച്ചൊരു പുവർ റെസ്പോൺസ് തരുന്ന ഒരു ടൈപ്പാണ്. പിന്നെ മിക്സഡ് വരുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിക്സഡ് ആയിട്ടുള്ള പാച്ചസ് ആണ് വരിക. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏതാണോ കൂടുതലായിട്ട്, എപ്പിഡെർമൽ ആണോ അതോ ഡെർമൽ, സൂപ്പർഫിഷ്യൽ ആണോ അഥവാ ഡീപ്പാണോ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ട്രീറ്റ്മെൻറ്റിന് റെസ്പോൺസ് തരിക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു.